നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ഫലം വന്നതോടുകൂടി കേരളത്തിലെ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. പരമാവധി സീറ്റുകൾ സമാഹരിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് എത്തുക എന്ന തന്ത്രമാണ് പയറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ സ്ഥലത്തും പ്രത്യേക തരത്തിലുള്ള അടവ് നയങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകാൻ ഒരുങ്ങുകയാണ് വരുന്ന സ്ഥാനാർത്ഥി നിർണയം എന്നാണ് സൂചനകൾ. ഓരോ സ്ഥലത്തും ഏറ്റവും നല്ല, ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാകാതെ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിമതശല്യം താരതമ്യേന കുറവുണ്ടായത് കോൺഗ്രസിനായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികളെ ഓരോ സ്ഥലത്തേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് കീറാമുട്ടിയായി നിൽക്കുകയാണ് കോൺഗ്രസിന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഷാഫി പറമ്പിലിനെ വടകരയിൽ മാറ്റി മത്സരിപ്പിച്ചു. ഒന്നുകിൽ ഷാഫിയെ വീണ്ടും പാലക്കാടേക്ക് കൊണ്ടുവരണം, പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കണം. അല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ മത്സരിപ്പിക്കാൻ കഴിയില്ല. ഇനി അഥവാ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായ എങ്ങാനും അവിടെ ഇറങ്ങിയാൽ പളിവാളും, BJPക്ക് അത് വലിയ ഗുണം ചെയ്യും. അങ്ങനെ ഏറ്റവും പ്രശ്നമായി കോൺഗ്രസിനുള്ളത്, അവിടുത്തെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പാലക്കാട് മത്സരം തന്നെയാണ്. അവിടെ BJP വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഓരോ തീരുമാനവും കോൺഗ്രസിന് വളരെ നിർണായകവുമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ രാഹുലിന് പകരം രാഹുലിനെ ഒന്ന് തണുപ്പിക്കാനും രാഹുലിനെ മത്സരരംഗത്തേക്ക് ഇറക്കാതിരിക്കാനും ശ്രീനാദേവി കുഞ്ഞമ്മയെ പാലക്കാട് മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ചില ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി ശ്രീനാദേവി കുഞ്ഞമ്മ എത്തിയിരുന്നു. ഇത്രയും കാലം ശ്രീനാദേവി കുഞ്ഞമ്മ അങ്ങനെ ക്ഷേത്രങ്ങളിലൊന്നും പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രത്യേകമായി പോയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പാലക്കാട് പത്തനംതിട്ടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ കേരളം മൊത്തം അറിയാനുള്ള, ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളായി മാറാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബന്ധപ്പെട്ട വിഷയങ്ങളോടുകൂടിയുള്ള അവരുടെ പ്രതികരണം കൂടിയായിരുന്നു. സാധാരണഗതി നമുക്കറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും ചാനലിനെയും ഒക്കെ ഒരു കാലമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ ഒരുപക്ഷെ ശ്രദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും എതിര് നിന്നപ്പോഴും രാഹുലിനോടൊപ്പം ഉറച്ചു നിന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ പാലക്കാട് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിലും ഏറ്റവും കൗതുകകരമായ കാര്യം, മലമ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുന്നത് VSന്റെ പിൻഗാമിയായി മത്സരിപ്പിക്കുക. ഒരുപക്ഷെ VSന്റെ പിൻഗാമി എന്ന് പറയാം, എങ്കിലും VSന്റെ കൂടെ ഉണ്ടായിരുന്ന VSന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന VSന്റെ PA ആയിരുന്ന സുരേഷിനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് സത്യത്തിലൊരു ഗ്രൂപ്പിസത്തിന്റെ ഇരയാണ്, ഒരു വിഭാഗീയതയുടെ ഇരയാണെന്ന് പറയാം. VSനെ എങ്ങനെ പാർട്ടിക്ക് തടയാൻ പറ്റാതിരുന്നു എങ്കിൽ പോലും തഴഞ്ഞതുപോലെ, എന്നാൽ ഒട്ടും അനുഭാവപൂർവ്വമല്ലാതെ തഴയപ്പെട്ട ഒരാളാണ് സുരേഷ്. ഒരുപാട് വർഷമായി സുരേഷ് അവിടെ കാത്തു നിൽക്കുകയാണ്, പാർട്ടി എപ്പോഴെങ്കിലും തിരിച്ചെടുക്കും എന്ന ധാരണയും. പക്ഷേ പാർട്ടി ഒരിക്കലും തിരിച്ചെടുക്കാനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ VSന്റെ സുരേഷ് എന്ന് തന്നെ പറയണം. VSന്റെ സുരേഷ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നു. അവിടെ മലമ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ പലയിടത്തും, അതുപോലെ തന്നെ നേമത്ത് BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന നേമം മണ്ഡലത്തിലും അതുപോലൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ പലരെയും കോൺടാക്ട് ചെയ്യുകയും പലരുമായും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നും ബോധ്യമാകുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ UDF ഇത്തവണ അധികാരത്തിലേറും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ വിജയിക്കണം എന്നതിനെ സംബന്ധിച്ച്, എവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ, എത്രയും ആപ്റ്റായ സ്ഥാനാർത്ഥികളെ എവിടെയൊക്കെ ഇറക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഗ്രൂപ്പിസം ഇല്ലാതെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ കോൺഗ്രസിന് ഭരണം പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.